ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 3 സെൻറ്റ് 4 സെൻറ്റ് മേടിച്ച് വീട് വയ്ക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങളിൽ. നല്ലത് തന്നെയാണ്, അതിനുള്ള സാമ്പത്തിക ശേഷി മാത്രമേ ഉള്ളുവെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ആ സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകരുതെന്ന് പറഞ്ഞിരുന്നാൽ ആ പുതിയ വീടിനകത്ത് കയറി ദാരിദ്ര്യം അനുഭവിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ ദാരിദ്ര്യം അനുഭവിക്കുവാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ടെങ്കിലും അതിലൊന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട കിണറും സെപ്റ്റിക് ടാങ്കും കുഴിക്കുന്ന സ്ഥലങ്ങൾ. ഒരു പ്ലോട്ടിന്, ഒരു വീടിന് പ്രധാനമായി 4 കോണുകളുണ്ട്. ഒന്ന് വടക്ക് വശങ്ങളുണ്ട്, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അത് വീടിനുമുണ്ട്, പ്ലോട്ടിനുണ്ട്. അതുപോലെ 8 കോണുകളുണ്ട്, അല്ലെങ്കിൽ 8 വശങ്ങളും ചേർത്ത് കോണുകളുണ്ട്. അതായത് വടക്ക്, വടക്ക് കിഴക്ക്, കിഴക്ക്, കിഴക്ക് തെക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. ഇങ്ങനെ 8 കോണുകളുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ 8 കോണുകൾ പുരയിടത്തിനുമുണ്ട്. വീടുകൾക്കുള്ളതുപോലെ പുരയിടത്തിനും ഈ 8 കോണുകളുണ്ട്. 3 സെൻറ്റ് 4 സെൻറ്റിലും വീട് വയ്ക്കുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നാം ഒരു ബിൽഡറെ കാണുന്നു. അയാളൊരു പ്ലാൻ അങ്ങ് വരച്ചു തരുന്നു. അല്ലെങ്കിൽ ചെയ്ത വീടുകൾ കാണുന്നു. നമ്മളെ സുഖിപ്പിക്കുവാൻ വേണ്ടി ടൈൽസൊക്കെ ഇട്ട്, പ്രത്യേകിച്ച് അടുക്കളയൊക്കെ ടൈൽസൊക്കെ ഇട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നമ്മളെ കാണിച്ച് ആ വീട് വാങ്ങിക്കുവാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കി തരുന്നു. ഒക്കെ ശരി. എവിടെയാണ് കിണർ കുഴിച്ചിരിക്കുന്നത്? കിണർ ഇപ്പോൾ അത്യാവശ്യമായ കാര്യമാണ്. നമുക്ക് വാട്ടർ സപ്ലൈ നമുക്ക് കൂടുതൽ കാലം വിശ്വസിക്കുവാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒരു കിണറുള്ളത് നല്ലതാണല്ലോ. ഈ കിണർ സെപ്റ്റിക് ടാങ്ക് എവിടെ കിടക്കുന്നു എന്ന് പരിശോധിച്ചാൽ, വീടെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം മിച്ചം വരുന്ന എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെ അങ്ങ് കുഴിക്കുക. അതാണ് നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു പതിവ്. ഞാൻ കഴിഞ്ഞ മാസം തന്നെ ധാരാളം വീടുകൾ പോയി കണ്ടു. എല്ലാ വീടുകളൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ടൈൽസൊക്കെ ഇട്ട് സുഖിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ആ കിണറും സെപ്റ്റിക് ടാങ്കും ശരിയായ സ്ഥലത്തല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് കഴിഞ്ഞ് പറയാം, അയ്യോ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷം ദാരിദ്ര്യമേ ഉള്ളൂ, അസുഖമേ ഉള്ളൂ എന്ന് പറയുന്ന സ്ഥിതി വരുന്നു. ധാരാളം പേർ വരുന്നു. ധാരാളം വീടുകൾ ഞാൻ പോയി കണ്ടു. അവിടെയെല്ലാം തന്നെ ഈ ശരിയായ രീതിയിൽ കിണറും സെപ്റ്റിക് ടാങ്കും വയ്ക്കാത്തതിൻ്റെ കാര്യമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പം പിന്നെ ആ വീട്ടിൽ താമസിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വീട് മാറാനേ പറയാൻ പറ്റൂ. ഇനി വീട് വിൽക്കട്ടെ, അത് വാങ്ങിക്കാൻ വരുന്നവനും വാസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അവനും നോക്കില്ലേ? അപ്പോൾ അത് വലിയ പാടാണ്. ഇത് നമ്മൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ആദ്യത്തെ കാര്യം ഞാൻ പറയട്ടെ, എപ്പോഴും ഒരു വീട് വാങ്ങിക്കുമ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം മിനിമം വേണം. രണ്ടാമത്തെ കാര്യം, കിണർ കുഴിക്കാനുള്ള സ്ഥലം ആദ്യം നമ്മൾ കണ്ടെത്തണം. കിണർ ആദ്യം കുഴിക്കുക. പലരും പറയാറുണ്ട് കിണർ കുഴിക്കാൻ പാടില്ല, വീട് പൂർത്തിയായതിന് ശേഷം മാത്രമേ കിണർ കുഴിക്കാൻ പാടുള്ളൂ. തെറ്റായ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം കിണറിന് സ്ഥാനം കണ്ടുപിടിക്കുക. പ്രധാനമായിട്ട് കിണർ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. വടക്ക് കിഴക്ക് ഭാഗത്ത്. അത് വടക്ക് ഭാഗത്തും വരാം, കിഴക്ക് ഭാഗത്തും വരാം. ഇവിടെ തീർച്ചയായിട്ടും ഒരു കിണർ, വലിയ കിണർ വേണ്ട, ചെറിയ റേഡിയസിലുള്ള കിണർ മതി. അത് കുഴിച്ചിരിക്കണം, അവിടെ വെള്ളം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥലം വിടേണ്ടത് എന്തിനാണ്? ഒരു സെപ്റ്റിക് ടാങ്കിനാണ്. സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടർ ലൈൻ നിർബന്ധമായിട്ട് വേണമെന്ന് പഞ്ചായത്തുകാരും കോർപ്പറേഷനുകാരും പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെവിടെ കുത്തണം? അത് നോർത്ത് വെസ്റ്റിൽ തന്നെ വേണം. അതിന് യാതൊരു മാറ്റവുമില്ല. അയ്യോ തെക്ക് കുഴിച്ചൂടെ? കുഴിക്കാം. കിഴക്ക് കുഴിച്ചൂടെ? കുഴിക്കാം. പടിഞ്ഞാറ് കുഴിച്ചൂടെ? കുഴിക്കാം. പക്ഷെ അതുമൂലം വരുന്ന ബുദ്ധിമുട്ടുകൾ ആരും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞ വടക്ക് പടിഞ്ഞാറ് സ്ഥലമില്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ എന്തേ ഉള്ളൂ? കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ ഉള്ളൂ. അവിടെയും സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യും?
അപ്പം അതുകൊണ്ട് വളരെ ഒരു കുഴഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളൊരു സെപ്റ്റിക് ടാങ്കിനും വേസ്റ്റ് വാട്ടർ ടാങ്കിനും സ്ഥലം കണ്ട് കുഴിച്ചതിന് ശേഷമേ വീട് വയ്ക്കാൻ പാടുള്ളൂ. ഇനി അഥവാ പൂർത്തിയായ വീടുകളാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെ സ്ഥാനം നോക്കുക. വീട് എത്ര ഭംഗിയായിരുന്നാലും ഇത് രണ്ടും പ്രത്യേകമായി നോക്കിയിട്ട്, ഞാൻ പറഞ്ഞ സ്ഥലത്തൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മറന്നേക്കും ആ വീടിനെ. എന്തിനാ നമ്മൾ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് മടിയിൽ വയ്ക്കുന്നത്? ഇപ്പോൾ പലരും വാസ്തുവൊക്കെ നോക്കാറുണ്ടെങ്കിലും പക്ഷേ 3-4 സെൻറ്റുകൾ ഗംഭീരമായ പ്ലാനുകളൊക്കെ വരച്ച് നമ്മൾ മോടി പിടിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും യഥാസ്ഥാനത്ത് വയ്ക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. വയ്ക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പലരും പറയുന്നുണ്ട്, പലരും ബുക്ക് നോക്കിയൊക്കെ പഠിക്കുന്നുണ്ട്. എന്താണ്? തെക്ക് കുഴപ്പമില്ല, പടിഞ്ഞാറ് കുഴപ്പമില്ല, വടക്ക് കുഴപ്പമില്ല, വേണമെങ്കിലാകാം എന്നൊക്കെ പറഞ്ഞത് കേട്ടുകൊണ്ട് പലരും നമ്മോട് തന്നെ പറയും, അത് ആ ജ്യോത്സ്യം വന്ന് നോക്കിയാണ്, ഈ പോറ്റി വന്ന് നോക്കിയാണ്, ഈ വാസ്തു വിദഗ്ധൻ വന്ന് നോക്കിയതാണ്, അങ്ങനെയാണ് ഞങ്ങൾ വീട് വെച്ചത് എന്നൊക്കെ പറയുന്നു. ഇത് രണ്ടും യഥാർത്ഥ സ്ഥാനമില്ലെന്നുണ്ടെങ്കിലും പൊട്ടുമീശ ഇഷ്ടമാണ്. തീർച്ചയായും എത്രയോ കുടുംബങ്ങൾ ക്യാൻസർ മൂലം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നഷ്ടം എത്ര പേര് അനുഭവിക്കുന്നു. ഇതൊക്കെ ഞാൻ കാണുകയാണ്. അതുകൊണ്ടാണ് എനിക്കിത് വരാൻ കാരണം. ഒരുപാട് പേര് അനുഭവിക്കുന്നു. അപ്പോൾ ചോദിക്കും, അത് അവൻ്റെ തലയെഴുത്തായിരിക്കും. തലയെഴുത്തൊക്കെ തന്നെയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റിക്കൂടെ?